ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് WH ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണല്ലേ. നമ്മൾ ഓക്സിലറി ആയ ഡു, ഡസ്, ഈസ്, ആർ ഇവയുടെ കൂടെ എങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് 3 ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ എന്ന് പറയുന്ന WH ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഒരുപാട് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറയുന്നത് ടു, ഡസ്, ഡിറ്റ് ഇവയുടെ കൂടെ, അതുപോലെ ഈസ്, ആർ, ആം, ഇതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് ഈ WH ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്: നീ എപ്പോഴാണ് വായിക്കുന്നത്? നീ എപ്പോഴാണ് വായിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നീയാണ്. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് എപ്പോഴെന്നാണ്. ഈ എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? വെൻ അല്ലേ. അപ്പം നീ എപ്പോഴാണ് വായിക്കുന്നത് എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കുക വെൻ. ഓക്സിലറി ഏതായിരിക്കും? എപ്പോഴാണ് നീ വായിക്കുന്നത് എന്നാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ചോദിച്ചതെങ്കിലും നമ്മളവിടെ വെൻ ഡു യു റീഡ് എന്നാണ് പറയുന്നത്. വെൻ ഡു യു റീഡ് നമ്മളൊരു അറിയാത്ത കാര്യമാണ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഡു എന്ന ഓക്സിലറിയാണ് യൂസ് ചെയ്യേണ്ടത്. വെൻ ഡു യു റീഡ്, നീ എപ്പോഴാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ അവർ എപ്പോഴാണ് കളിക്കുന്നത്? അവർ എപ്പോഴാണ് കളിക്കുന്നത് അല്ലേ. അവർ കളിക്കുന്ന സമയം നമുക്കറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അവർ എപ്പോഴാണ് കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുക? ഇവിടെയും വെൻ യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ അവർ എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ വെൻ ഡു ദേ പ്ലേ, വെൻ ഡു ദേ പ്ലേ, അവർ എപ്പോഴാണ് കളിക്കുന്നത്. നെക്സ്റ്റ്, അവൾ എപ്പോഴാണ് വരുന്നത്? അവൾ എപ്പോഴാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെൻറ്റൻസ് ഒന്ന് മാറ്റി പറയാം. ഇവിടെ ഇപ്പം ഫസ്റ്റിലൊക്കെ പറഞ്ഞത് കളിക്കുന്നത്, പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ഇത് പ്ലൂറൽ ആയതുകൊണ്ട് വെൻ ആർ യു റീഡിങ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെൻ ആർ ദേ പ്ലേയിങ് എന്ന് ചോദിക്കാം. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. അവൾ എപ്പോഴാണ് വരുന്നത്? അവൾ എപ്പോഴാണ് വരുന്നത്? ഇതും നമുക്ക് 2 രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും. വെൻ ഡസ് ഷീ കം, വെൻ ഡസ് ഷീ കം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെൻ ഈസ് ഷീ കമ്മിങ്, വെൻ ഈസ് ഷീ കമ്മിങ്, അവൾ എപ്പോഴാണ് വരുന്നത്. ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാം. നീ എപ്പോഴാണ് നടക്കാറ്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് നടക്കുന്നത്, നീ എപ്പോഴാണ് നടക്കാറ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഏത് സമയത്താണ് നീ നടക്കാറുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? നീയാണ്. അതുകൊണ്ട് തന്നെ വെൻ ഡു യു വാക്ക്, വെൻ ഡു യു വാക്ക്, നീ എപ്പോഴാണ് നടക്കാറ്. ഓക്കെ. നെക്സ്റ്റ്, നീ എപ്പോഴാണ് പോയത്? നീ എപ്പോഴാണ് പോയത്? നമുക്കറിയാത്തൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു ഗോ എന്നാണ്. ഡിഡ് യു ഗോ, നീ പോയോ. ഇനി നീ എപ്പോഴാണ് പോയത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്സിലറിയുടെ തൊട്ട് മുമ്പേ നമുക്കറിയാം വെൻ യൂസ് ചെയ്യണം അല്ലേ. എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെന്നാണ്. അപ്പോൾ ഏത് ഓക്സിലറി ആണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അത് നമ്മുടെ ഓക്സിലറിയുടെ തൊട്ട് മുമ്പേ യൂസ് ചെയ്യുക എന്നുള്ളതാണ് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൻ്റെ എളുപ്പമാർഗം. അപ്പോൾ നീ എപ്പോഴാണ് പോയത്? വെൻ ഡിഡ് യു ഗോ, വെൻ ഡിഡ് യു ഗോ. സിമ്പിളാണല്ലോ. ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, മിനി എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്? മിനി എന്ന് പറയുന്നത് സിംഗുലറാണ്, പക്ഷേ ഇവിടെ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. അതായത് ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ് ചോദിക്കുന്നത്. മിനി എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ സിംഗുലർ പ്ലൂരൽ എന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ വേർഡ് എന്തായിരിക്കും? വെൻ തന്നെയാണ്. വെൻ ഡിഡ് മിനി ഈറ്റ്, വെൻ ഡിഡ് മിനി ഈറ്റ്, മിനി എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, നമുക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത് അല്ലേ. നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ് പറയുന്നത്. സോ നമ്മളിങ്ങനെ പറയണം, നമുക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്. എപ്പോഴാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓക്സിലറി വേണം. ഇവിടെ ഏത് ഓക്സിലറി ആയിരിക്കും? നമുക്ക് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പം വെൻ ഡു വി, നമ്മൾ വി ആണല്ലോ. അപ്പം
വെൻ ഡു വി ഹാവ് ഉള്ളത് എന്ന് വേണമല്ലോ. വെൻ ഡു വി ഹാവ് ദ ട്രെയിൻ. വെൻ ഡു വി ഹാവ് ദ ട്രെയിൻ. നമുക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്? ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞത്? നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞത്? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പച്ച മലയാളത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്ക് എന്നാണ് പരീക്ഷ കഴിഞ്ഞത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ കല്യാണം, അല്ലെങ്കിൽ എന്നാണ് നിൻ്റെ കല്യാണം, എന്നാണ് വീട്ടിൽ കൂടൽ. ഈ എന്നാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. ഓരോരോ നാട്ടിലുള്ള ഓരോ ഭാഷകൾ അല്ലേ എപ്പോഴാണ് എന്ന് പറയുന്നതിന് പകരമാണ് എന്നാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് എന്നാണ് പരീക്ഷ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് യൂസ് ചെയ്യാം? വെന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിനക്ക് എന്നാണ് പരീക്ഷ കഴിഞ്ഞത് എന്നെങ്ങനെ ചോദിക്കുക? എന്നാണ് കഴിഞ്ഞത് എന്നാണ്. ഇവിടെയും പാസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം വെൻ ഡിഡ് യു പാസ് ദ എക്സാം, അല്ലെ കഴിഞ്ഞത് പാസ് ദ എക്സാം. വെൻ ഡിഡ് യു പാസ് ദ എക്സാം, എന്നാണ് നിൻ്റെ പരീക്ഷ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് എന്നാണ് പരീക്ഷ കഴിഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, എപ്പോഴാണ് അവളുടെ കല്യാണം, അല്ലെങ്കിൽ എന്നാണ് അവളുടെ കല്യാണം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കുക? ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് വെൻ ആണ്. നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത് എപ്പോഴാണ് അവളുടെ കല്യാണം എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, എന്നാണ് അവളുടെ കല്യാണം എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ആലോചിക്കും, എന്നാണ് എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പഠിച്ചത്? എന്തുമല്ല, നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വെന്ന് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പം എപ്പോഴാണ് അവളുടെ കല്യാണം? അപ്പോൾ ഇവിടെ നമുക്ക് when is her wedding എന്ന് യൂസ് ചെയ്യാം. when is her wedding, എപ്പോഴാണ് അവളുടെ വിവാഹം അല്ലെങ്കിൽ കല്യാണം. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, എപ്പോഴാണ് നിൻ്റെ ഹൗസ് വാമിങ്, അതായത് വീട്ടിൽ കൂടൽ എന്നൊക്കെ പറയാലോ. അപ്പോൾ എപ്പോഴാണ് നിൻ്റെ ഹൗസ് വാമിങ് എന്നെങ്ങനെ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴാണ് നിൻ്റെ ഹൗസ് വാമിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് നിൻ്റെ ഹൗസ് വാമിങ് വരാനുള്ളൊരു കാര്യം നമ്മൾ ചോദിച്ചറിയണം. അപ്പം എന്നാണ് നിൻ്റെ ഹൗസ് വാമിങ് എന്ന് ചോദിക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഇന്ന് പഠിച്ചത് എന്താണ്? ഡു, ഡസ്, ഈസ്, ആർ, ഇവയുടെ കൂടെ ഒക്കെ എങ്ങനെ നമുക്ക് വെൻ, അതായത് WH ആയ വെൻ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഡെയിലി ലൈഫിൽ ചോദിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ തന്ന ക്വസ്റ്റ്യൻ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ വീട്ടിൽ കൂടൽ അല്ലെങ്കിൽ ഹൗസ് വാമിങ് എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.